ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നേക്കുന്ന വെസ്റ്റേൺ ഫ്രോക്സിൻ്റെയും ട്യൂണിക്സിൻ്റെയും കളക്ഷൻസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. ഫസ്റ്റ് ഞാനിങ്ങനെ കാണിക്കുന്നത് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു ഷർട്ട് കോളർ ഒരു ട്യൂണിക്കാണ്. ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വരും, സിമ്പിളാണ്, പക്ഷെ നല്ല എലഗൻ്റായിട്ട് നമുക്ക് വെയർ ചെയ്യാം. സിംഗിൾ സൈസായിട്ടാണ് ഐറ്റം വരിക. ഇതിലിപ്പോൾ എഴുതിയേക്കുന്നത് ലാർജ് എന്നാണ്, അതായത് മീഡിയം ലാർജ് കാർക്ക് 38-40 വരെ ഉള്ളവർക്ക് ഈ ഐറ്റം വെയർ ചെയ്യാവുന്നതാണ്. ഒരു പ്രിൻറ്റഡ് മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു എലൈൻ പാറ്റേണിൽ ഐറ്റം വരും. ഇങ്ങനെ സൈഡ് ഡോറീസ് ഉണ്ട്, സിംഗിൾ സൈസാണ്. റേറ്റ് വരുന്നത് 921 921 ആണ്. ഞാൻ കാണിക്കുന്ന ഒരു ബേജ് ആൻഡ് ഗ്രീൻ കളർ ഇങ്ങനൊരു പ്രിൻ്റാണ്. ടാൻഡൈ സ്റ്റൈലിൽ വന്നേക്കുന്ന ഒരു ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ. 921 ഇതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ കളേഴ്സ് കാണാം. ഫുൾ സ്ലീവായിട്ടാണ് വരിക. നല്ല ട്രെൻഡി ആയിട്ട് നമുക്ക് ഈ ട്യൂണിക്സ് ഇടാം. അതിൻ്റെ പല പല കളേഴ്സും പ്രിൻറ്റും ആണ്. നെക്സ്റ്റ് ബേജ് ആൻഡ് ഒരു ബ്രൗൺ കളർ കോമ്പിനേഷൻ വരുന്നതാണ്. 921 ആണ് റേറ്റ് വരിക. നെക്സ്റ്റ് വരുന്നത് ബേജ് ആൻഡ് ഗ്രേ കളർ പ്രിൻ്റാണ്, ഇങ്ങനെ വരും. നെക്സ്റ്റ് വരിക എല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. നെക്സ്റ്റ് ഒരു ബ്രൗൺ ഹൈലൈറ്റ് അയക്കുന്ന ഒരു കളറാണ്. ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്, ഫുൾ സ്ലീവായിട്ട് വരും. 921 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരിക ഇങ്ങനെ ഒരു പ്രിൻറ്റിലാണ്, 921. മീഡിയം ലാർജ് ആണ് സൈസസ് അവൈലബിൾ, അതായത് 2 സൈസാണ്. സിംഗിൾ സൈസാണ്, പക്ഷേ 2 സൈസുകാർക്കും ഇടാം, മീഡിയംകാർക്കും ഇടാം, ലാർജുകാർക്കും ഇടാം. ഫൈനലി വേറൊരു പ്രിൻ്റാണ് വരിക. ഇതും നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ്. നെക്സ്റ്റും ആ ഒരു ഷർട്ട് പാറ്റേണിൽ തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിൽ മറ്റൊന്നാണ്, ഇങ്ങനെ വരും. ഇത് കുറച്ചും കൂടി ലൂസായിട്ടുള്ളതാണ്, ഫ്രീ സൈസാണ്. XXLകാർക്ക് വരെ ഇത് വെയർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സിംഗിൾ ഫ്രോക്കായിട്ടോ ഒക്കെ പെയർ ചെയ്യാം. ബാക്ക് പാർട്ട് ഇങ്ങനെയാണ്. യെല്ലോ ആൻഡ് വൈറ്റ് പ്ലേസ്മെൻറ്റ് ഡിസൈൻ വരുന്ന ഒരു ഫുള്ളി ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 843 ആണ്. അപ്പം ഫസ്റ്റ് ഈ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈറ്റ് പീച്ച് ആൻഡ് വൈറ്റ്. നെക്സ്റ്റ് വരിക പിസ്ത ഗ്രീൻ ആണ്, പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരിക ഈ ഒരു ബേജ് ആൻഡ് വൈറ്റ് ആണ്. എല്ലാം നല്ല പ്ലസൻറ്റ് കളേഴ്സാണ്, കൂൾ കളേഴ്സ്. XXLകാർക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആൻഡ് ഒരു മിൻറ്റ് ഗ്രീൻ ആണ്. 843 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരിക ഒരു പിങ്ക്, ലൈറ്റ് ഒരു ഡസ്റ്റി പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വരുന്നത് ബേജ് കൂടുതലും വൈറ്റ് ഇങ്ങനെ വരും. നെക്സ്റ്റ് വൈറ്റ് കൂടുതലും ബേജ് ഫ്ലവറുമായിട്ടാണ്, ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ്, ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്ന ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ്. ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ, ഒരു ടൈപ്പ് ഓഫ് സ്ട്രെച്ചബിൾ, ഒരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ്. ഇത് നമുക്ക് ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് വരിക ഐറ്റം. ഇങ്ങനൊരു വി പാറ്റേണിൻ്റെ അങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ട് വരും. അവിടെ തന്നെ ചെറിയൊരു വർക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ കളർ വരിക ഒരു മെറ്റാലിക് ബ്രൗൺ കളറാണ്. ബാക്കിൽ സിബായിട്ടാണ് ഐറ്റം വരുന്നത്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പിൻ്റെ ലെങ്ത് വരിക 36 ആണ്. ഈ ഒരു ലെവലിൽ ഐറ്റം നിൽക്കുമ്പോഴാണ് ഇത് ഭംഗി ഉണ്ടാവുക. ഇതിൻ്റെ അടുത്തൊരു കളറും കൂടി ഉണ്ട്, ഇതൊരു ബ്രൗൺ കളറാണ്. നെക്സ്റ്റ് ഒരു ലാവെൻഡർ, ഡാർക്ക് ലാവെൻഡറും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. ഡബിൾ ഷെയ്ഡാണ് ഐറ്റം വരുന്നത്. നല്ല ഐറ്റമാണ് കേട്ടോ, നമുക്കൊരു പാർട്ടി വെയർ നൈറ്റ് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. റേറ്റ് വരുന്നത് 1550 1550. ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്, ലൈനിങ് കൂടി കൊടുത്തേക്കുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് ഒരു പാർട്ടി വെയർ ഫ്രോക്ക് തന്നെയാണ്. ഇങ്ങനെ വരും. സ്ലീവ്ലെസ് ആയിട്ടാണ് ഐറ്റം. സ്ലീവ്സിനുള്ള മെറ്റീരിയൽ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ഹാഫ് പാർട്ട് സ്ക്വയർ നെക്ക് വന്നിട്ട് സ്മോക്കിംഗ് മോഡലാണ് വരുന്നത്. ഫൈനലി ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. 1499 1499 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ ഫ്ലെയറിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയ മഡ് കളർ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ 1499. ഇതെല്ലാം സിംഗിൾ സൈസാണ്. നെക്സ്റ്റ് ബ്ലാക്ക് ആണ്, 1499 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് സ്ലീവോട് കൂടി വന്നേക്കുന്ന ഫ്രോക്കാണ്. ഇങ്ങനെ ഒരു സ്ട്രൈപ്സിൻ്റെ പാറ്റേൺ ആണ് വരിക. അതിനുശേഷം ഒരു ബെൽറ്റ് വന്നിട്ടുണ്ട്. ശേഷം ഇങ്ങനെ ഫ്ലെയറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതെല്ലാം സിംഗിൾ സൈസാണ്. 1436 ആണ്. പിന്നെ പഫ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെ ഒരു പടി വരും. 1436. ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ്. ഗ്രീൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്.
ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതെല്ലാം വെസ്റ്റേൺ ഫ്രോക്കിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഗ്രേ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ 3 കളേഴ്സാണ് ഈ ഒരു ഫ്രോക്കിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പാകത്തിനുള്ള 34 ലെങ്ത് വരുന്ന ടോപ്പാണ്, ഷർട്ടാണ്. ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്യാം. ചെറിയൊരു പ്ലീറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. 829 അതിൻ്റെ പല പല പ്രിൻറ്റ്സ് ഉണ്ട്. നെക്സ്റ്റും ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ പ്രിൻ്റാണ്. 829 റേറ്റ് വരുന്നത്. എക്സലുകാർക്ക് വരെ ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റും ഓഫ് ബേജ് ആൻഡ് ഒരു ഗ്രീനിഷ് ടിൻ്റാണ് ഇതിൽ വന്നേക്കുന്നത്. 829. നെക്സ്റ്റും ബേജ് ആൻഡ് ബ്ലാക്ക് ആണ്. നല്ല ഭംഗിയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്ന നമുക്ക് ജീൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്ന ഒരു ടൈപ്പ്, കുറച്ചും കൂടി ലെങ്ത് ഉള്ള 36 ലെങ്ത് ഉള്ള ഒരു ട്യൂണിക്കാണ്. ബാക്ക് പാർട്ട് ഇങ്ങനെ ലൈനായിട്ട് വരും. ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് വരുന്ന ഐറ്റമാണ്. ഇതിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ചെക്സ് ടൈപ്പ് മെറ്റീരിയൽ, ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ്. ക്ലോസ്ഡ് നെക്ക് വരും. എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാം. 773 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് ബേജ് കളർന്നൊരു കളറാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ കളറാണ്. ബ്ലൂ ചെക്സ് ആണ്. ഫൈനൽ ലുക്ക് ഇങ്ങനെ ഒരു ജീൻസിനോട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് ഒരു മിൻറ്റ് ഗ്രീൻ കളറാണ്. ഇങ്ങനെ വരും. 773. നെക്സ്റ്റ് വരിക ഒരു സിമെൻറ്റ് കളറാണ്. സിമെൻറ്റ് ആൻഡ് ഗ്രീൻ കളർ മിക്സാണ്. 773. നെക്സ്റ്റ് വരുന്നത് ഒരു പീച്ച്, ലൈറ്റ് പീച്ച് കളറാണ്. 773 റേറ്റ് വരുന്നത്.